യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ എന്തും വിളിച്ചു പറയാനുള്ള ഇടമായി മാറിയിരിക്കുകയാണോ? ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് യൂട്യൂബർ ആയിട്ടുള്ള രൺവീർ അലഹബാദിയ നടത്തിയ ഒരു വിവാദ പരാമർശത്തെ തുടർന്നാണ്. എന്തായാലും കൂടുതൽ വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോപ്പ് സ്പേസ്. രൺവീർ അലഹബാദിയ യൂട്യൂബിൽ 1 കോടിക്ക് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ബീർ ബൈസെപ്സ് എന്ന ചാനലിന്റെ യൂട്യൂബർ പോഡ്കാസ്റ്റർ ആണ്. ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഷോയിൽ ഒരു മത്സരാർത്ഥിയോട് ചോദിച്ച വളരെ മോശപ്പെട്ട ഒരു ചോദ്യം, അതായത് ആരും കേട്ടാൽ അറപ്പ് തോന്നുന്ന ഒരു ചോദ്യം. അത്തരത്തിൽ ലൈംഗിക ചുവയോടുകൂടി ചോദിച്ച ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചൂടൻ ചർച്ചയിലായിരിക്കുകയാണ്. ആദ്യം ആരാണ് രൺവീർ അലഹബാദി എന്ന് പറയാം. ചോദിച്ച ചോദ്യം മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചതിനാൽ തന്നെ ചോദ്യം എന്താണെന്ന് ഇവിടെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു വിഷയം ഒട്ടുമിക്ക പ്രേക്ഷകരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 31 വയസ്സുള്ള മുംബൈ സ്വദേശിയായ ഒരു യൂട്യൂബർ, അത്യാവശ്യം നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. റിച്ച് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ ധനികർ പഠിക്കുന്ന ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളിൽ ആണ് ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ബിയർ ബൈസെപ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രം ഏകദേശം 35 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആളിന്റെ ആ ഒരു റേഞ്ച് മനസ്സിലായി കാണുമല്ലോ. ഏകദേശം മാസത്തിൽ 60 കോടി രൂപയാണ്. ഇന്ത്യയുടെ ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ പട്ടികയിൽ ഇടം പിടിക്കുകയും ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം, രൺവീർ അലഹബാദിയ. അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഫേമസ് ഷോ ആയിട്ടുള്ള, അതായത് ഫേമസ് ഷോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഇതുപോലുള്ള ഫേമസ് യൂട്യൂബേഴ്സ് ചേർന്ന് നടത്തുന്ന ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഒരു പ്രഹസന ഷോ, അതിൽ വന്നിരുന്ന് വളരെ വൾഗർ ആയിട്ടുള്ള ഒരു ചോദ്യം, വൾഗാരിറ്റിയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യണം എന്ന് കരുതിയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഷോയുടെ ആ വിവാദ എപ്പിസോഡ് യൂട്യൂബ് നീക്കം ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോ വരുന്നത്. നടപടി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ലിങ്ക് ഞാൻ ഇടുന്നില്ല. എന്തായാലും മത്സരാർത്ഥിയുടെ മാതാപിതാക്കളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ രൺവീർ ആ ഷോയിൽ കൈയടി വാങ്ങിക്കൂട്ടിയത്. പിന്നെ ഈ പറഞ്ഞ ഇന്ത്യസ് ഗോട്ട് ലാറ്റന്റ് എന്ന ഷോ മറ്റുള്ളവരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്ത് അവരെ ഇറിറ്റേഷന്റെ മാക്സിമം എത്തിക്കുക തുടങ്ങിയ സ്വഭാവമുള്ള ഒരു ഷോയാണ്. അതിനാൽ തന്നെ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കോമഡീസും അതുപോലെ വൾഗാരിറ്റി വാരി വിതറിക്കൊണ്ട് വെറുപ്പിക്കുന്ന ഒരു ഷോ കൂടിയാണിത്. ഇത്തരത്തിലുള്ള ഷോയെ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണ് ആദ്യം കേസ് എടുക്കേണ്ടത്, അല്ലെ? ഇത്തരത്തിലുള്ള ഡാർക്ക് ഹ്യൂമർ സമൂഹത്തിൽ നൽകുന്നവർക്കാണോ രാജ്യം ബെസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റർ അവാർഡ് നൽകി ആദരിക്കുന്നത്? അതും സാംസ്കാരിക പൈതൃക രാജ്യമായ ഇന്ത്യയിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് ആണിത്. അതുപോലെ ഇതേ ഷോയിൽ, ഈ ഒരു ഷോയിൽ തന്നെ മറ്റൊരു യൂട്യൂബർ മലയാളി ആയിട്ടുള്ള മത്സരാർത്ഥിയെ കളിയാക്കിക്കൊണ്ട്, അതായത് കേരളത്തെ വളരെ മോശമായി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. പറഞ്ഞത് മറ്റൊന്നുമല്ല, കേരളം സാർ 100% ലിറ്ററസി സാർ. ശരിയാണ്, കേരളത്തിലെ 100% ലിറ്ററസി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. അതിന് കേരളീയ അഭിമാനിക്കുക തന്നെ ചെയ്യണം. പക്ഷെ പറഞ്ഞത് കേരളത്തെ അപമാനിച്ചുകൊണ്ടാണ്. ഇതുപോലുള്ള ഷോകൾ ഒരിക്കലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. ഇതിനെ ലീഗലി നേരിടേണ്ട ഷോകൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഷോകളുടെ ലൈസൻസ് കട്ട് ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജുകൾ നൽകുന്ന ഷോയാണ്? വളർന്നു വരുന്ന പുതുതലമുറ കാണുന്നതും കേൾക്കുന്നതും ഇത്തരത്തിലുള്ള ഷോകളാണ്. അവർ കാണുന്ന ഇന്ത്യ ഇതാണ്, അവർ കേൾക്കുന്ന ഇന്ത്യ ഇതാണ്. അച്ഛനെയും അമ്മയെയും കുറിച്ച് ഏറ്റവും ക്രൂര ഭാഷയിൽ പറയുക, അതിനെ ജനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു മലയാളി തന്നെ മുന്നിട്ട് വന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കേരളത്തിലെ ഫേമസ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള രാഹുൽ ഈശ്വർ ആണ് ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചതും മുംബൈ പോലീസിന് പരാതി നൽകിയതുമെല്ലാം. എന്തായാലും രൺവീർ അലഹബാദിയ എന്ന യൂട്യൂബറിനെതിരെ മുംബൈ പോലീസ് FIR എടുത്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുമുണ്ട്. ഇതുപോലുള്ള യൂട്യൂബേഴ്സിനെ സമൂഹത്തിന് ഒരിക്കലും വളർത്തിയെടുക്കരുത്, അല്ലെ? ഈ രൺവീർ അലഹബാദിയ എന്ന യൂട്യൂബറെ ഒറ്റ ദിവസം കൊണ്ട് 40 ലക്ഷം ഫോളോവേഴ്സ് ആണ് അൺസബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഒരു മലയാളിയുടെ പോരാട്ടത്തിന്റെ റിസൾട്ട് തന്നെയാണ്. കൂടാതെ
കേരളത്തെ അങ്ങനെ ആർക്കും പരിഹസിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല. ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് അഭിമാനിക്കുന്നത് പോലെ തന്നെയാണ് ഓരോ മലയാളിയും ഒരു കേരളീയനാണ് എന്ന് അഭിമാനിക്കുന്നത്. കാരണം ലിറ്ററസിയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളം മുന്നിൽ നിൽക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം കേരളം കടന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത്. മലിനമായ പുഴകളും തോടുകളും കേരളത്തിലില്ല. വൃത്തിഹീനമായ ചേരികൾ കേരളത്തിലില്ല. മലിനമായ വായു കേരളത്തിലില്ല. എന്തിന് ഐശ്വര്യമല്ലാത്ത ഒരു മുഖം പോലും കേരളത്തിൽ കാണാൻ കഴിയില്ല. ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് കേരളം, അതിനൊരു സംശയമില്ല. എന്തായാലും ഇന്ത്യസ് ഗോഡ് ലെറ്റർ എന്ന ഷോയുടെ വിവാദ എപ്പിസോഡ് യൂട്യൂബ് നീക്കം ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഷോകൾ തന്നെ ആദ്യം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. രൺവീറിന്റെ ബിയർ ബൈസെപ്സ് ഷോയിൽ ഗസ്റ്റ് ആയിട്ട് വന്നവരുടെ ലിസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ BJPയുടെ പ്രമുഖരുടെ നീണ്ട നിര തന്നെ നമുക്കതിൽ കാണാൻ സാധിക്കും. അർഹിക്കുന്നവന് നൽകേണ്ട അംഗീകാരമാണ് ഇതുപോലുള്ള അവാർഡുകൾ. ഇത്തരക്കാർക്ക് അർഹിക്കേണ്ട അംഗീകാരം ഇതല്ല, ജയിലറകളാണ്. ഇതുപോലുള്ള അസഭ്യ ഭാഷകൾ പുറപ്പെടുവിക്കാൻ ഇനിയൊരു യൂട്യൂബറിന്റെയും വാ തുറക്കാൻ പാടില്ല. അതിന് ബഹുമാനപ്പെട്ട നീതിപീഠം തക്കതായ ശിക്ഷ തന്നെ ഇത്തരക്കാർക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു.